This is the first module of transportation management. Firstly, we can discuss about the advantage, importance, or features of transportation. What are the benefit of transportation? Mainly, we can discuss the economic benefit and the social benefit. എന്താണ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെറ്റർ പ്രൊഡക്ഷൻ ബോത്ത് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. കാരണം അഗ്രികൾച്ചറിന് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആണെങ്കിലും നമുക്ക് മാർക്കറ്റിലേക്കും ഒക്കെ എത്തിക്കാൻ പറ്റുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് കൊണ്ടാണ്. റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്? എങ്ങനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു മെത്തേഡ് എന്തൊക്കെയായിരുന്നു? നമുക്ക് ഓൾഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റൈൽ നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി വീണു നമ്മൾ വാക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ പാലക്യൂൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് രാജാക്കന്മാരുടെ കാലത്തൊക്കെ അവർ നമ്മൾ ഫസ്റ്റ്ലി വന്നിട്ട് ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്ന പാലക്യൂൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ഉള്ളത് കാണാം, അല്ലെങ്കിൽ കുതിര വണ്ടിയിൽ പോകുന്ന കാണാം. അങ്ങനെയുള്ള പല്ലക്കൻ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരോ സ്ഥലത്ത് ഏത് മൃഗങ്ങളാണോ ഉണ്ടായിരുന്നത് അവിടെ മൃഗങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടുപോകുന്നത്. പിന്നെ ബുള്ളക്ക് കാർട്ട്, ഹൗസ് ക്യാരേജ്. ഈ പല്ലക്കിൻ്റെ വേറൊരു മെത്തേഡാണ് ശരിക്കും ബുള്ളക്ക് കാർട്ട്സും ഹൗസ് ക്യാരേജും. ആൾക്കാർ വഹിച്ചുകൊണ്ട് പോകുന്നതിന് കുറച്ചും കൂടെ 2-3 പേരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഹൗസ് ക്യാരേജ് നമുക്ക് കൊൽക്കത്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഹൗസ് ക്യാരേജ്. അപ്പം ഇത് ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡായിട്ട് നമ്മൾ ഓൾഡ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡായിട്ട് നമുക്ക് പറയാം. ദെൻ ബൈസൈക്കിൾസ്. അതിനെ നമുക്കറിയാം വീൽ എന്ന് പറയുന്ന ഒരു ഇൻവെൻഷൻ ഓഫ് വീലാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ സെക്ടറിൽ പറഞ്ഞ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു വലിയൊരു അഡ്വാൻറ്റേജ് വന്നത്. അപ്പം വീല് കണ്ടുപിടിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ പുള്ളോക്ക് റിക്ഷാസ് വന്നിട്ടുണ്ട്. ഹ്യൂമൻ പുള്ളോക്ക് റിക്ഷാസ് എന്ന് പറയുന്നത് ആൾക്കാർ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷാസ് ഉണ്ട്. അത് പിന്നീട് സൈക്കിൾ വന്നു. അപ്പോൾ സൈക്കിളിലായി ആ റിക്ഷാസ്, സൈക്കിൾ റിക്ഷാസ്. ഇത് 1940s ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സൈക്കിൾ റിക്ഷാസ്. മെയിനായിട്ടും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ 3 ടൈപ്പിലാണ്. ഫസ്റ്റ് വൺ ഈസ് ലാൻഡ്, സെക്കൻഡ് വൺ ഈസ് എയർ ആൻഡ് വാട്ടർ. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ലാൻഡിൽ തന്നെ നമുക്ക് 2 പറയാൻ പറ്റും, റോഡും റെയിലും. റെയിലിൽ പറയുകയാണെങ്കിൽ നമുക്ക് പല ടൈപ്പിൽ സാധാ കൽക്കരി ട്രെയിൻ മുതൽ നമുക്ക് ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ വരെ നമുക്ക് കാണാൻ പറ്റും. ഇത് ബുള്ളറ്റ് ട്രെയിനാണ്. ഇത് പല ടൈപ്പിലുള്ള ട്രെയിൻസിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. റോഡാണെങ്കിൽ ഒരു സ്കൂട്ടർ മുതൽ നമുക്ക് ഹെവി ട്രെയിലേഴ്സ് വരെ നമുക്ക് റോഡിൽ കാണാൻ പറ്റും. അതുപോലെ വാട്ടർ ആണെങ്കിലും ചെറിയ യാട്ട് മുതൽ നമുക്ക് ക്രൂയിസ് ഷിപ്സ് വരെ നമുക്ക് കാണാൻ പറ്റും. എയറും അത് തന്നെ, ബലൂണിങ് മുതൽ ഹൈ സ്പീഡ് റോക്കറ്റുകൾ വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഒരുപാട് ടൈപ്പിലുള്ള വെഹിക്കിൾസ് ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിനെ നമുക്ക് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ലാൻഡ്, എയർ ആൻഡ് വാട്ടർ. ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ലീപ്പേഴ്സ് മോഡൽ ഓഫ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ലീപ്പർ എന്ന് പറയുന്ന നെയിൽ ലീപ്പർ, ഹീസ് എ ടൂറിസം സ്കോളർ. അദ്ദേഹം ഒരു സജസ്റ്റ് ചെയ്തിരിക്കുന്ന ടൂറിസം മോഡലാണെന്ന് പറയാം. He suggested it in 1979. It's updated in 1990.
ഇനി ഇതിൽ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു വേരിയസ് എൻവയോൺമെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ, സോഷ്യോ കൾച്ചറൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ, ഫിസിക്കൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. ഈ എൻവയോൺമെൻറ്റിലെല്ലാം ഈ ടൂറിസം സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് 3 എലമെൻ്റ് ആണുള്ളത്: ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ജിയോഗ്രഫിക്കൽ എലമെൻറ്റ്. ജിയോഗ്രഫിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നത് എഗെയിൻ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ജിയോഗ്രഫിക്കൽ എലമെൻറ്റിൽ വരുന്നത് ട്രാവൽ ജനറേറ്റിംഗ് റീജിയൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റീജിയൻ ആൻഡ് ട്രാൻസിറ്റ് റൂട്ട് റീജിയൻ. ടൂറിസ്റ്റ് നമുക്കറിയാം, ഒരു ട്രാവൽ സംഭവിക്കുമ്പോൾ, ടൂറിസത്തിൽ ഒരു ട്രാവൽ സംഭവിക്കണമെങ്കിൽ ടൂറിസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അദ്ദേഹമാണ് ഒരു ടൂറിസ്റ്റ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ടൂറിസ്റ്റ് ട്രാവൽ ചെയ്യുന്നു, അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ടൂറിസം നമുക്കറിയാം, ടൂറിസം ഈസ് എ മൾട്ടി സെക്ടർ ഇൻഡസ്ട്രി ബിക്കോസ് ഇറ്റ്സ് combined with hotels, restaurants, airlines, travel agencies, insurance companies, എല്ലാ ഏരിയസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഇനി ജിയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് അഗെയിൻ ഡിവൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ആ കാറ്റഗറീസ് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ലീപ്പേഴ്സ് മോഡൽ ഓഫ് ടൂറിസം ഫ്രെയിംവർക്ക്. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ടൂറിസം ആക്ടിവിറ്റി നടക്കണമെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ആവശ്യമാണ്. ദ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടൂറിസം ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിന് ടൂറിസം ആക്ടിവിറ്റിയിലേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ, സോഷ്യോ കൾച്ചറൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ, ഫിസിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഒരു ടൂറിസം ആക്ടിവിറ്റിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഈ ടൂറിസം സിസ്റ്റത്തിനെ മുഴുവൻ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ടൂറിസത്തിന് ലീപ്പേഴ്സ് മോഡലിന് 3 സെക്ഷനുണ്ട്. ദാറ്റ് ഈസ് ട്രാവൽ ജനറേറ്റിംഗ് റീജിയൻ. ഒരു ടൂറിസം ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. ദാറ്റ് ഈസ് എ പുഷ് ഫാക്ടർ. കപ്പാസിറ്റി ടു ഫോഴ്സ് എ പേഴ്സൺ ടു എൻഗേജ് ഇൻ ടൂറിസം ആക്ടിവിറ്റി. അയാളുടെ ഇൻകം ലെവൽ ആയിരിക്കാം, ഇൻട്രസ്റ്റ് ആയിരിക്കാം, ടൈം ആയിരിക്കാം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റും യാത്ര ചെയ്യാനുള്ളൊരു താല്പര്യവും അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു ഇൻകവും അതിനനുസരിച്ച് ടൈമും ഉണ്ടെങ്കിൽ മാത്രമേ എ പേഴ്സൺ ക്യാൻ ട്രാവൽ, അദ്ദേഹം ട്രാവൽ ചെയ്യത്തുള്ളൂ. ഇതിനെയാണ് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ പുഷ് ഫാക്ടറിനെ നമ്മൾ വേറൊരു രീതിയിൽ പറയും ട്രാവലർ ജനറേറ്റിംഗ് റീജിയൻ. ഒരു ട്രാവലറിനെ ജനറേറ്റ് ചെയ്യുന്ന റീജിയനാണ് പുഷ് ഫാക്ടേഴ്സ്. ആൻഡ് അദ്ദേഹം ഒരു പുഷ് ഫാക്ടർ ഉണ്ടായാൽ മാത്രം പോരാ, അതനുസരിച്ച് അവർക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റീജിയനും വേണം. ദാറ്റ് ഈസ് എ പുൾ ഫാക്ടർ. അവിടെ ഒരു അക്കോമഡേഷൻ ഉണ്ടായിരിക്കണം, എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി വേണം, ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടായിരിക്കണം, ഷോപ്പിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സർവീസസ് ഉണ്ടായിരിക്കണം, അട്രാക്ഷൻസ് ഉണ്ടായിരിക്കണം. ഒരു ഡെസ്റ്റിനേഷനിൽ എന്തൊക്കെയാണോ ഒരാളെ അട്രാക്ട് ചെയ്യിക്കുന്ന ആ ഘടകങ്ങളെയെല്ലാമാണ് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റീജിയനെയും ട്രാവലർ ജനറേറ്റിംഗ് റീജിയനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചാനലുണ്ട്, channels of transport and communication. That is transit route region. അപ്പോൾ ലീപ്പേഴ്സ് മോഡൽ ഓഫ് ഫ്രെയിംവർക്കിൽ 3rd പോയിന്റിൽ വരുന്ന സെക്ടർ എന്ന് പറയുന്നത് ട്രാവലർ ജനറേറ്റിംഗ് റീജിയണും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റീജിയണും ആൻഡ് ട്രാൻസിറ്റ് റൂട്ട് റീജിയനുമാണ്. ഒരു ട്രാവലറിനെ ട്രാവൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, ദാറ്റ് ഈസ് ട്രാവലർ ജനറേറ്റിംഗ് റീജിയനിൽ വരുന്ന പുഷ് ഫാക്ടേഴ്സ് ആൻഡ് ദ പുൾ ഫാക്ടേഴ്സ്, ഒരാളെ ഒരു സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്യിക്കുന്ന സംഭവങ്ങൾ. ദാറ്റ് ഈസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ റീജിയൻ. ദ ചാനൽസ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് എ ട്രാൻസിറ്റ് റൂട്ട് റീജിയൻ. താങ്ക് യു.